റൂയിൻസിലൂടെ കാണാനുണ്ട്, പഴയ നിർമ്മിതികൾ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. ഇന്ത്യക്കാരാണ് വന്ന് ഇതെല്ലാം നശിപ്പിച്ചു കാണുന്നത്, പണ്ടത്തെ രാജാക്കന്മാർ. നമ്മൾ പൊലനറോ എൻഷ്യൻ സിറ്റിയിലാണ്. ഇവിടുന്ന് സൈക്കിളൊക്കെ എടുത്ത് റെന്റ് 150 രൂപ വരുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് റെന്റ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ 2 പേർക്ക് കൂടെ ഞങ്ങൾക്ക് 9,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോകും. 15 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. നമുക്ക് 2 മണിക്കൂറത്തേക്ക് സൈക്കിൾ എടുത്തേക്കുന്നത്. കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇത് ഏൻഷ്യൻ സിറ്റി ആയിരുന്നു. കുറേ റൂയിൻസിലൂടെ കാണാനുണ്ട്, പഴയ നിർമ്മിതികൾ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. ഒന്ന് കറങ്ങി നടന്ന് കാണാം, നമുക്ക് സൈക്കിൾ എടുത്തും കാണാം. രണ്ട് നമ്മുടെ ഓപ്ഷനാണ്. കണ്ടോ, സൈക്കിൾ ഓടിച്ച് പോവുക. ഞാൻ പുറകെ പോട്ടെ. ഈ 15 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റോളി കിടക്കാം കേട്ടോ. ഇവിടെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം പഴയ നിർമ്മിതികളാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇവിടുത്തെ ഒരു കൊട്ടാരം കണ്ടത് കേട്ടോ. മൊത്തം ഗ്രാനൈറ്റിലും മണ്ണിലാണ് മൊത്തം പണിതേക്കുന്നത്. ഇന്ത്യക്കാരാണ് വന്ന് ഇതെല്ലാം നശിപ്പിച്ചു കാണുന്നത്, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ. അയ്യോ, എന്തല്ലേ ഇന്ത്യക്കാരാണ് ആ എല്ലാം നശിപ്പിച്ചു കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചോദിച്ചു അവന് എന്തിനാ കളഞ്ഞാണ് ഇന്ത്യക്കാർ. അല്ല, അവൻ ഇവിടുത്തുള്ളതാ. They made with the walls, you see, both side walls like zigzag, like a Z, until to the 7th floor. We are the one who introduced, but we had already 800 years ago. Come and show you. Attached bathroom, but no commode, huh? No commode. This walls with the wall carvings, you see, this corner and that corner, because we put the 2 glasses just to protect it. Come here. Attached bathroom to the attached bathroom. 800 വർഷങ്ങൾക്ക് മുമ്പ്. They made the special hole for fertilizer after purified all the garbage. See, 800 years ago, how they thinking about environment. Yeah, bathroom, but no commode. So would they have had running water coming there, or would they have to cart water in there? At that time, they take So there's no pipe. Filtration ഉണ്ട് അവിടെ. Yeah, no. They take into the buckets. So no taps? No taps, no. No spray. With the bucket, by hand. Yeah. അപ്പോൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ. പക്ഷെ വരുന്നത് നല്ലതായിരിക്കും. കുറേ നടന്ന് കാണാനും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോ കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇവിടെ കാണാൻ വേണ്ടി ഒരുപാടുണ്ട്. നടന്ന് കാണാനൊക്കെ ഇഷ്ടംപോലെ 2-3 മണിക്കൂർ വേണ്ടി വരും ഇത് ഫുള്ളൊന്ന് കറങ്ങി കാണാൻ. ഇത് ഒക്ടാങ്കിൾ എങ്ങാണ്ട് പണിതാന്ന് തോന്നുന്നില്ലയോ? ദിസ് ഈസ് എ സീക്രട്ട് പ്ലേസ്. അമ്പലമാണെന്ന് തോന്നുന്നില്ലയോ? ഇത് നേരത്തെ ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇങ്ങനായി. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഏതോ അമ്പലം പോലത്തെ ഒരു സാധനം. ഇന്ത്യൻ ലോഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട്, കണ്ടോ അല്ലേ? അങ്ങനെ മേലോട്ട് കയറുമ്പോൾ നേരെ ഇവിടെ ബുദ്ധനാണുള്ളത്, ബുദ്ധൻ്റെ പ്രതിഷ്ഠ. ഇവിടെ കുറേ ആൾക്കാർ കാണിക്ക് വെക്കുന്ന പോലെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പൂവാ അമ്മച്ചി അവിടെ വയ്ക്കുന്നത് അല്ലേ? ഇവിടെ ഒരു ബുദ്ധനുണ്ട്, പക്ഷെ അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഇതൊരു എൻട്രി കേട്ടോ. ഇവിടെ ഒരു ബുദ്ധനുണ്ട്. ഈ ബുദ്ധനെ ആരും പൂവൊന്നും വെക്കുന്നില്ല. ഈ ബുദ്ധനെ മറ്റേ 4 ബുദ്ധന്മാർ, പക്ഷെ ഒരു ബുദ്ധന് മാത്രമേ കൺസെൻട്രേഷൻ ഉള്ളൂ. കേട്ടോ, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഒന്ന് വന്നാൽ നല്ലതായിരിക്കും. ഇവിടെ ഒരു ബുദ്ധനുണ്ട്, പക്ഷെ ആ ഒരു ബുദ്ധന് മാത്രമേ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൂവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ബാക്കി ബുദ്ധന്മാരൊക്കെ ഒഴിവാക്കിയിരിക്കും. എന്തൊന്നും അറിയത്തില്ല, ഒത്തിരി നശിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇവിടെ പലയിടത്തും ചെരുപ്പും ക്യാപ്പും ഇടാൻ പറ്റത്തില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചെരുപ്പിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ചേച്ചി. ഇത് എന്തോ ഒരു സംഭവമാണ്, അമ്പലം പോലെ എന്ന് തോന്നുന്നു. പഴയ അമ്പലമായിരുന്നു. ഇവിടെ ഉണ്ടൊരു ബുദ്ധനാണോ, മുഖം നശിപ്പിക്കപ്പെട്ട ഒരാൾ. കയറാൻ പറ്റുമോ? എൻ്റെ ഹലോ ഓക്കെ. ഇവിടെ ഒരു 3 ബുദ്ധനാന്ന് തോന്നുന്നു കേട്ടോ. രാത്രി ബുദ്ധനൊക്കെ വന്ന് എന്നെ പിടിക്കുമോ? എല്ലാം റൂയിൻസാണ്. ഇവിടെ ഫുള്ള് റൂയിൻസാണ്. 15 കിലോമീറ്റർ ഇറങ്ങുമ്പോൾ ഫുള്ള് തകർക്കപ്പെട്ട കൊട്ടാരങ്ങളും അമ്പലങ്ങളുമാണ്. പല അമ്പലങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ദേവതകളും ദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാലും ശിവന്, പാർവതി, പിന്നെ മഹാവിഷ്ണു, രാമൻ, ബുദ്ധനാണ് മെയിൻ. നമ്മൾ ടെമ്പിൾ ഓഫ് ട്രൂത്തിലൊക്കെ പോകുന്നുണ്ട്. ബുദ്ധൻ്റെ പല സൂക്ഷിച്ചിരിക്കുന്ന ടെമ്പിൾ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ അല്ലാതെ കണ്ടിൽ പോകുമ്പോഴാണ് പോകുന്നത്.
ഫുള്ള് ബുദ്ധ പ്രതിമകളാണ് ഇതിനകത്ത്. ഒരു അമ്പലം പോലെയാണ് കേട്ടോ. ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നോ ഫോട്ടോഗ്രാഫ്സ് ഇൻ ദ ബാക്ക് ടുവേർഡ്സ് ദ സ്റ്റാച്ചു. ഗൈസ്, കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടി ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചു. ലാസ്റ്റ് ഗൽവിഹാരയാണ് കാണാനുള്ളത്. അതുകൂടെ കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ഡംബിളിലേക്ക് പോകാം കേട്ടോ. 3-4 മണിക്കൂർ യാത്ര ഉണ്ട് ഡംബിളിലേക്ക്. നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം കേട്ടോ. ടിക്കറ്റ് എന്തായാലും ടിക്കറ്റ് അവിടെ ടിക്കറ്റ് കാണിക്കണേ അവിടെ. ஆமாம், எப்படி மனசிலாச்சு? இல்லை, ஹாஃப் டிக்கெட் இந்தியாவுக்கும் பங்களாதேஷுக்கும் தான். என்ன டிக்கெட்டு? ஹாஃப் டிக்கெட். இது ஹாஃப் டிக்கெட்டா? ഫുൾ ടിക്കറ്റ് 9210 രൂപ. ഓ, ഇതിപ്പോൾ 2 പേർക്ക് 9210 രൂപ ആச்சு. ഹാഫ് ടിക്കറ്റ് അരമുണ്ട് தான் வரும் போல. ഇത് അരതാ വരുത്. அப்படியா? ഓക്കെ, താങ്ക് യു. അതായത് നമുക്ക് ഹാഫ് ടിക്കറ്റാണ് വരുന്നതെന്ന്, ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശുകാർക്കും. ബാക്കിയുള്ളവർക്ക് ഫുൾ ടിക്കറ്റ്. അപ്പോൾ ഒരാളുടെ ടിക്കറ്റിനാവും 9000 രൂപ. നമുക്കിപ്പോൾ 2 പേർക്കും കൂടെ 9210 രൂപയുള്ളൂ. മനസ്സിലായ കുട്ടി? നല്ല വൈബ് കേട്ടോ ഇവിടെ നടക്കാൻ. ആ, മഴ വരുമ്പോൾ മഴ വന്നു നമുക്കിരിക്കാം. അതിനിപ്പോൾ എന്തോ ഇതുകൊണ്ട് ആ കണ്ടി പോയിരുന്നല്ലോ. 2 ദിവസം നീ രാജ്യം വിട്ട് മാറി നിന്ന് ഒറ്റയ്ക്കായിരുന്നു. നമ്മൾ ശല്യം കഴിഞ്ഞാൽ അല്ലേ? ഈ കാണുന്നതാണ് ഗൽവിഹാര. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടോ കേട്ടോ. ഗൽവിഹാര ഒറ്റ പാറയിൽ കൊത്തി വെച്ചേക്കത്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബുദ്ധിസ്റ്റ് ആൾക്കാരാണ്. മതവിശ്വാസികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. എന്തോ ഒരിക്കലും കാണാത്ത തിരിയാണ് ഗൈസ്. ഇതാണ് ഗൽവിഹാര. ഇവിടെ ചെരുപ്പ് ഇട്ട് കയറാൻ പറ്റത്തില്ല, ചെരുപ്പ് ഇട്ട് വേണം കയറാൻ. പിന്നെ ഇതുപോലെ ഇറങ്ങി വരുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് തരിക. മീൻസ് നിക്കറൊന്നും ഇടാതിരിക്കുക. നിക്കർ മാന്യത കുറവൊന്നുമില്ല. നിക്കർ, ക്യാപ്പ്, ചെരുപ്പ്, ഇത് 3 ഇവിടെ ഒഴിവാക്കുന്ന നല്ലതായിരിക്കും. ഒരു പാറ കഷ്ണത്തിലാണ് ഇതെല്ലാം കുത്തി വെച്ചേക്കുന്നത് കേട്ടോ. ഓ, ഇതൊരു വണ്ടർ സംഭവം തന്നെ. ഇത് കൊള്ളാം കേട്ടോ. බලන්නකො මුතුකුඩියක් යට දෙව්වරු දෙන්නේ දෙපැත්තෙන් පවන්තල්නවා, උඩ පැත්තෙන් දෙව්වරු දෙන්නෙක් වන්දනා කරනවා. විෂ්ණු බ්‍රහ්ම කියන දෙව්වරු දෙන්න. මුතුකුඩියක් යට අසුන්ගෙන තමන්ගේ මව. അന്നത്തെ ആ സമയത്ത് ആൾക്കാർ എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ. ഇതാണ് സ്റ്റാൻഡിങ് സ്റ്റാച്ചു. കിടക്കുന്ന ഒരു ബുദ്ധപ്രതിമയുണ്ട്. ബുദ്ധനെ ഉണ്ടാക്കിയേക്കാണ്. ആ കല്ല് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം ബുദ്ധിസ്റ്റ് ആരാധകർ വന്ന് അവരെ കാണിക്കും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇത് റിക്കംബൻറ്റ് ഇമേജ് ആണ് കേട്ടോ. സ്ലീപ്പിംഗ് ബുദ്ധ. ഗൈസ്, അപ്പോൾ ഈ പൊലനർവയിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഈ ഏൻഷ്യൻ സിറ്റി മാത്രമായിരുന്നു. പിന്നെ കുറേ ഉണ്ട്. നമ്മളപ്പോൾ മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് 6 ദിവസം 7 ദിവസം ട്രിപ്പേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ഉള്ളത് ഈ ഏഷ്യൻ ടെമ്പിളും പിന്നെ ഈ ഗൽവിഹാരയായിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൽവിഹാരയാണ്. അപ്പോൾ നാളെ നമ്മൾ ട്രിങ്കോമാലി എന്ന ബീച്ച് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യുക. ശ്രീലങ്കയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.